പറയടാ. പാടാ, അങ്ങനെ ഹണിമൂണും പരിപാടികളൊന്നും ഇല്ലായിരുന്നടാ. അവളുടെ വീട് വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. നീ ലീവായിരുന്നില്ലേ? ആ ഞാനിപ്പോ മൺഡേ വരുവാടാ. മൺഡേ തൊട്ട് കയറാന്ന് കരുതി. എങ്ങനെയുണ്ട്? അടുത്തിനി ബാംഗ്ലൂരല്ലേ മീറ്റിംഗ്? എടോ, താനിത് കുറെ നേരമായല്ലോ, മതി. എടോ, താനിവിടെ ഒരിക്കൽ തുടച്ചതല്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും തുടങ്ങുന്നേ? എടോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, താൻ തുടച്ചതല്ലേ ഇവിടെ? താനിങ്ങ് വന്നേ, ഇവിടെ വന്നിരിക്കും. താൻ എന്ത് ഈ പന്തം കണ്ട് പരിചയ കണക്കിരിക്കുന്നേ? നോക്ക്, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? തനിക്ക് എന്ത് പറഞ്ഞാലും മാത്രമേ ഉള്ളോ? താൻ പോയി കിടക്കാൻ നോക്ക്. പിന്നെയും ചെല്ല്. അയ്യോ നിഖിലേട്ടാ, സോറി, എന്റെ തെറ്റാ. ഞാൻ അതറിയാതെ അവിടെ കൊണ്ടുവച്ചത്. സോറി. അതിന് നീ എന്തിനാ അമ്മ അവനോട് സോറി പറയുന്നത്? അവനല്ലേ ഗ്ലാസ് തട്ടിയിട്ടത്? ഞാനാ, എന്റെ തെറ്റാ. ഞാനാ ശ്രദ്ധിക്കാതെ ഗ്ലാസ് അവിടെ കൊണ്ടുവച്ചത്. ഇനി ആവർത്തിക്കില്ല. എന്നെ വഴക്ക് പറയല്ലേ അമ്മ. അതിന് ഞാനൊന്നും പറഞ്ഞില്ല മോളെ. അമ്മോ, നിന്നെ ഇവിടെ ആരും ഒന്നും പറയില്ല. നീ ഇതിനെ അങ്ങ് അകത്തോണ്ട് വെച്ച് ചെല്ല്. എന്താടാ ഇതൊക്കെ? എനിക്കറിയില്ല അമ്മേ, അവള് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാ പെരുമാറുന്നത്. ഞാൻ കരുതിയത് പുതിയ വീട് ആയതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിന്റെ പ്രോബ്ലം ആയിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ വന്നില്ല. അമ്മ റൂമിലുണ്ട്. എന്തെങ്കിലും കഴിച്ചോ? ആരാ ഫോണില്? എന്താ ഫോൺ കട്ട് ചെയ്തേ? അത് വീട്ടിൽ നിന്നാ. ഹലോ. ഹലോ, ആരാ ഇത്? ഞാനാ പോണത്, അമ്മുവിൻ്റെ അച്ഛൻ. ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോൺ കട്ടായി പോയി. അച്ഛനായിരുന്നോ? അച്ഛാ, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, അതങ്ങനെ കട്ടായതാ. അവളിപ്പം ബാത്റൂമിലോട്ട് പോയി. ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറയാം. ശരി മോനെ. ഓ ശരി അച്ഛാ.
എന്റെ പൊന്നു ചേച്ചി, നമ്മുടെ സ്ഥലത്തെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതല്ലേന്ന് വിചാരിച്ചിട്ടേ ഞാൻ ആ പെണ്ണിനോടൊന്ന് മിണ്ടാൻ പോയത്. എന്തൊരു ജാടയാണ് അവക്ക്. ഇൻസ്റ്റാഗ്രാമില് കുറച്ച് ഫോളോവേഴ്സ് കൂടുതലുള്ളതിന്റെ അഹങ്കാരമാ. മുമ്പ് താമസിച്ച സ്ഥലത്തെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നേന്നൊക്കെയാ പറയുന്നത്. അവളുടെ ഭർത്താവില്ലാത്ത സമയത്തെ ആരൊക്കെയോ അവളുടെ വീട്ടിൽ വന്നു പോവാറുണ്ടെന്നൊക്കെയാ കേൾക്കുന്നത്. ഇവിടെ മര്യാദയ്ക്ക് താമസിച്ച അവക്ക് തന്നെ കൊള്ളാം. അപ്പൊ ഇതിനിടയ്ക്ക് നീ ഇത്രയും ഡീറ്റെയിൽസ് അന്വേഷിച്ചോ? അതാണ് ഈ ചിഞ്ചു. ആ പിന്നെ ചേച്ചി ഇത് ആരോടും പോയി പറയാനൊന്നും നിക്കണ്ട കേട്ടോ. അതിന് നീയുള്ളപ്പോ ഞാനായിട്ട് വേറെ ആരുടെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ ചിഞ്ചു? അല്ല, ഞാൻ ചേച്ചിയായോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ചായ. ആ ഞാനേ ചേച്ചിയുടെ മരുമോളുടെ കൈപ്പുണ്യം നോക്കട്ടെ. ചായ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മധുരം പോരാ. ഞാൻ കുറച്ചുകൂടെ മധുരത്തിൽ കുടിക്കും കേട്ടോ. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അതിനെന്തിനാ സോറി? ഓ, അതൊന്നും സാരമില്ല. ഞാന് മധുരം ഇട്ടുകൊണ്ട് വരാം. കുഴപ്പമില്ല. അമ്മേ, എനിക്ക് അറിയാതെ പറ്റിയതാ, എന്നെ വഴക്ക് പറയല്ലേ. അതിന് നിന്നെ എപ്പോഴാ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് അമ്മായിയമ്മ പോരൊക്കെ തുടങ്ങിയോ? ചിഞ്ചു, നീ കരുതുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ആ ചേച്ചി ഇനി ഒന്നും പറയണ്ട. അമ്മ പൊക്കോ, ചേച്ചി വഴക്കൊന്നും പറയില്ല കേട്ടോ. എന്താ അഞ്ജു? നീ ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? എടി, നമ്മുടെ നിഖിലിന്റെ വീടില്ലേ, അവിടെ അമ്മായിയമ്മയും മരുമോളും കൂടെ പൊരിഞ്ഞടിയാന്ന്. ഏത്? ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ നിഖിലിന്റെ വീട്ടിലോ? അത് തന്നെ. നീ ചുമ്മാ ഓരോന്നും ഇങ്ങനെ പറയല്ലേ. ചുമ്മാ ഒന്നുമല്ല, ഞാൻ കണ്ടതല്ലേ. എന്ത് കണ്ടുന്ന്? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നീ ആ ചൂലൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വാ. എടാ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ, അമ്മുവിന്റെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ഒന്നുകിൽ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കോണം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കിക്കോണം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അവളെ എന്തിനാ ഭ്രാന്താശുപത്രി കൊണ്ട് നടക്കുന്നത്? അയ്യോ എടാ, അവക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട്. അവള് കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഞാനിവിടെ അമ്മായിയമ്മ പോരെടുക്കുന്നെന്നാണ് നാട്ടുകാർ മൊത്തം പറയണത്. ഇതെല്ലാം ഇവള് കാരണമല്ലേ? ഇനി അവക്ക് വട്ടാണെന്ന് നാട്ടുകാർ പറയുന്നതിന് മുമ്പ് നീ ഇതിൽ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. എടാ, ചിലപ്പോ പെട്ടെന്ന് വീടൊക്കെ മാറിയതിന്റെ ഒരു ടെൻഷനാകും. നീ കുറച്ച് ടൈം കൊടുക്ക്. അല്ലെങ്കിൽ നീ ഒരു ദിവസം അവളെയും കൊണ്ട് ഔട്ടിങ്ങിക്ക് പോ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ, എന്നിട്ട് ചോദിക്ക് കാര്യം എന്താ. എടാ, ഇത് കുറച്ച് സീരിയസ് ആണ്. ആദ്യം ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷെ അവളുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഓരോ ദിവസം ചെല്ലും തോറും മാറിക്കൊണ്ടിരിക്കുക. എനിക്കത് കണ്ടിട്ട് പേടിയാവുന്നു. അമ്മ പറയുന്ന അവൾക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട്, ഡോക്ടറെയൊക്കെ കാണിക്കാനാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. ഞാൻ എന്തായാലും അവളെ കുറച്ച് ദിവസത്തേക്ക് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഡാ, നീ എടുത്തിയാടി ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം നമുക്ക്. എടാ, ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നുമില്ല. നീ പറയുന്ന സത്യമാണെങ്കിൽ നമുക്ക് അവളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? എനിക്കറിയാവുന്നൊരു ആളുണ്ട്, ഒരു ഡോക്ടർ ശ്രീറാം. ഞാൻ പുള്ളിയുടെ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു നോക്ക്. അമ്മേ, എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കണേ? അമ്മ കാര്യം പറ, എന്താ പറ്റിയേ? അല്ല, അമ്മു എവിടെ? അമ്മു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ അവൾക്ക് പ്രാന്താണെന്ന്.
അമ്മേ, മനുഷ്യനായിട്ട് ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കല്ലേ. അമ്മ എവിടെയെന്ന്? അടുക്കളയിലുണ്ട്, പോയി നോക്ക്. അമ്മു, എടോ എന്ത് പറ്റിയത്? താൻ എന്തിനാ ഇവിടെ കയറിയിരിക്കണേ? ഞാൻ അറിഞ്ഞോണ്ടല്ലോ, പ്ലേറ്റ് എന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാ. എന്തൊക്കെയാ താനീ പറയുന്നേ? എന്താ ഇവിടെ നടന്നേ? ഞാൻ എന്തിനാ തന്നെ അടിക്കുന്നേ? താൻ കാര്യം പറ, എന്താ ഉണ്ടായേ? എടാ, ഒരു പ്ലേറ്റ് അവളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അതിനെ ഈ കണ്ട ബേളം ഒത്തിരി ഉണ്ടാക്കുന്നേ. ദേ കൊച്ചേ, ഇവിടെ കിടന്ന് നാട്ടുകാരെ മൊത്തം അറിയിച്ച് അലറി കൂവിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഞാൻ അറിഞ്ഞോണ്ടല്ലോ, പ്ലേറ്റ് എന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാ. ഓക്കെ 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 ഓക്കെ, ഒന്നുമില്ല, തനിക്കൊന്നുമില്ല. ഓക്കെ, ബാ, ഇറങ്ങ്. ഹായ് നിഖിൽ, ശ്രീറാമാണ്. വരൂ. അമ്മു എന്നെ അറിയോ? ഞാൻ നിഖിലിന്റെ ഫ്രണ്ടാ. എന്താ സാർ? അമ്മുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ട്രോമ കിടപ്പുണ്ട്. അമ്മുവിൻ്റെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അമ്മുവിൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ അമ്മ എന്ന് പറയുന്നത് ശരിക്കും അമ്മുവിനെ ടോർച്ചർ ചെയ്താണ് ടിൽ ദ ഡേ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ പുള്ളിക്കാരിക്ക് ഓൾറെഡി ഒരു മോളുണ്ട്. അപ്പം ആ മോളുടെ ജോലിക്കാരിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മുവിനെ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മു നന്നായിട്ട് പഠിക്കാൻ കാലിബറുള്ള ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്. ത്രൂ ഔട്ട് ആ ഒരു ജോലിക്കാരിയായിട്ട് അവിടെ ഒരു അടിമയായിട്ട് ഇത്രയും നാൾ അവിടെ ജീവിച്ചു. അതുമാത്രമല്ല, ഇരുട്ട് മുറിയിൽ പിടിച്ച് പൂട്ടിയിടുക, പണിഷ്മെൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ട്രോമയായിട്ട് ഉള്ളിലൊരു മുറിവായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ ട്രിഗറിങ് എന്ന് പറയും. ഈ പഴയ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ആവുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം അമ്മ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു, അപ്പോൾ ഇവിടുത്തെ അമ്മയും നീ എന്താ ചെയ്യാത്തതെന്നുള്ള ആ ഒരു അതേ ഫ്രീക്വൻസിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അമ്മുവിന് ആ പഴയ ട്രോമയാണ് എന്ത് ചെയ്യുന്നത്, ട്രിഗർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ അമ്മു ഡൗൺ ആവും. ആ പഴയ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് എടുത്ത് അമ്മുവിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുവരും. പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി ആഗ്രഹിക്കുന്നു അതാണ്, തനിക്ക് ഇതുവരെ കിട്ടാത്ത താൻ ആഗ്രഹിച്ചൊരു ലൈഫ് നമുക്കൊക്കെ കാണത്തില്ലേ. നമ്മളാണ് ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു വരുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരെയും ഒരു കെയറാണ് ഇവിടെ ശരിക്കും അമ്മുവിന് വേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം അമ്മുവിനെ കെയർ ചെയ്യാൻ പറ്റുമോ ആ കെയറിങ്ങിൽ അമ്മുവിൻ്റെ മനസ്സ് മാറി തുടങ്ങണം. ഒന്ന്, അമ്മുവിന് ഈ സ്ഥലം സേഫാണ്, എനിക്ക് ഇവിടെ സേഫാണെന്ന് അമ്മുവിൻ്റെ ബ്രെയിന് മനസ്സിലാക്കണം. അങ്ങനെ അമ്മുവിൻ്റെ ബ്രെയിന് മനസ്സിലാക്കി തുടങ്ങുന്ന നിമിഷം തൊട്ട് അമ്മു നിങ്ങളുമായിട്ട് കുറച്ചായിട്ട് സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ ചേഞ്ച് ആവുക. നിങ്ങൾ അമ്മുവിനനുസരിച്ച് മാറി അവളുടെ ഇഷ്ടങ്ങളും അവളുടെ ഇഷ്ടക്കേടുകളും മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ചായി
അമ്മുവിന് കുറച്ച് ഫോർ എക്സാമ്പിൾ ഒരു 1 to 2 ഇയർ നിങ്ങൾ ആ രീതിക്ക് അമ്മുവിനുമായിട്ട് പെരുമാറിയാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾ പെരുമാറി തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മുവിന് ഉറപ്പായിട്ടൊരു ചേഞ്ച് ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൗൺസിലിംഗ് സെഷൻസും സ്റ്റാർട്ട് ചെയ്യാം. ഉറപ്പായിട്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമാണ്. നിങ്ങൾ കൂടെ നിൽക്കുമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അമ്മ എവിടെ പോയി? അമ്മ രാധ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ഓ, എന്താ അമ്മു ഇത്? കൈ തട്ടുന്നിടത്താണ് ഗ്ലാസ് കൊണ്ടുവയ്ക്കുന്നത്. ഇത് നിന്റെ മിസ്റ്റേക്കാ കേട്ടോ. അത് കൊള്ളാം, ചേട്ടൻ തള്ളിയിട്ടിട്ട് എന്റെ തലയിലാക്കുവാണോ? വേണമെങ്കിൽ എടുത്തു വെച്ചാൽ മതി. ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ?